നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സഫാരി കാർസിൻ്റെയും എൻ്റെയും അഡ്വാൻസ് ഓണാശംസകൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ ഓളത്തിലാണുള്ളത്. അപ്പോൾ സഫാരി കാർസിൻ്റെ വക ഓണത്തിന് ഓഫർ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓണത്തിനല്ല, എന്നും സഫാരി കാർസിൽ ഓഫറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കരുവാരകുണ്ടിൽ യാത്ര ചെയ്ത് പോകുന്നൊരു മുതലിവിടെ കിടക്കുന്നുണ്ട്, വി ക്ലാസ്. അപ്പോൾ ആ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് പരിചയപ്പെടുത്താം. അങ്ങനെ ഈ ഒരു വാഹനം നമ്മൾ കൊച്ചി ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വി ക്ലാസിൻ്റെ ഡീറ്റെയിൽസൊക്കെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചി ഷോറൂമിൽ കഴിഞ്ഞ വീഡിയോസിലൊന്നും കാണിക്കാത്ത കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു അടിപൊളി XC90 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പോർഷെ കൈൻ കൂപ്പെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതി വന്നതാണ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ മത്തായിച്ചേട്ടനും അസിമോനൊക്കെ ഇവിടെ റെഡി ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് പോയിട്ട് ഏകദേശം 10 ദിവസമായില്ലേ? 10 ദിവസം കഴിഞ്ഞിട്ട്. ശരിക്കും അങ്ങനെ ഞാനൊരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വരലുണ്ടായിരുന്നു. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ഓരോ പ്രോഗ്രാമുകൾ റെഡി ആവും. അപ്പോൾ ഇനി പോയാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്കൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് വി ക്ലാസ് തന്നെ തുടങ്ങാം അല്ലേ? വി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു വാൻ കൾച്ചർ, ബ്ലാക്ക് കളറും. എങ്ങനെയുണ്ട് വണ്ടി? ഓഫീസ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കും. ഞാൻ അവിടുന്ന് പോന്നപ്പോൾ അതിൽ ഇന്ന് എഴുതി പോരുന്ന സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു വീഡിയോയിൽ, ഇൻസ്റ്റാഗ്രാമിൽ. അടിപൊളി ലുക്കാട്ടോ വണ്ടി. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എല്ലാവർക്കും ഉപകാരപ്പെടില്ല അല്ലേ? പർപ്പസിൽ ആളുകൾക്ക് മാത്രമാണ്. ഒരു ഡ്രൈവറൊക്കെ വെച്ച് ബാക്കിൽ ഇരുന്ന് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി പോകേണ്ട ആളുകൾക്ക് അടിപൊളിയാണ്. ഇതിനെ കാണേണ്ടതും ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്. യാത്ര ചെയ്യാൻ 4 സീറ്റാണ്, ഫേസ് ടു ഫേസ്. നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. കാലൊക്കെ നീട്ടി അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. എഴുതാനുള്ള സെറ്റപ്പ്, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ്, കാര്യങ്ങൾ. ബിസിനസ് മീറ്റ് ആൻഡ് മിനി ഓഫീസ്. അതെ. അപ്പോൾ ആ പർപ്പസിന് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് പറ്റിയൊരു മുതൽ. ഇത് ഏകദേശം ഇപ്പോഴത്തെ വി ക്ലാസ്സിന് 1.25 കോടിയോളം വില വരും. ഈ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ 1.5 കോടിയോളം വിലയുണ്ട്. ഇത് 2019 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ലോങ് വീൽ ബേസിൽ 220. അത്യാവശ്യം മൈലേജിൽ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാന്, ഇങ്ങനത്തെ കാറ്റഗറി വാഹനങ്ങൾ, വെൽഫെയർ, വി ക്ലാസ്, പിന്നെ ഇതിൻ്റെ ടൊയോട്ടൻ്റെ ഹയാസ്, ഈ കാറ്റഗറി വാഹനങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സഫാരി കാർസുമായിട്ട് ബന്ധപ്പെടാം. കൊച്ചി ഷോറൂമിൽ വി ക്ലാസ്സും ഉണ്ട്, വേറെ വാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്താൽ. ഹയാസ് വെഞ്ചൂർ അത് ഏകദേശം അതൊരു 14 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുത്ത് കംപ്ലീറ്റ് ഇന്റീരിയർ DC ചെയ്ത വണ്ടിയാണ്. അതിലാകെ 2 പേർക്ക് ബാക്കിൽ യാത്ര ചെയ്യാൻ പറ്റും. 2 പേർക്ക് പക്ക ലക്ഷറി ആയിട്ട് ഫ്ലൈറ്റിൽ പോണ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ടൊയോട്ടന്റെ ഹയാസ് വെഞ്ചുറി എന്ന് പറയുന്ന മോഡലും നമ്മളിത് സ്റ്റോക്ക് ഉണ്ട്. അത് എത്ര മോഡലാണ്? 2012 മോഡല്, പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ഇരുന്ന വണ്ടി. അതിന്റെ പ്രൈസ് എത്രയാണ്? നമുക്ക് ആസ്കിംഗ് റേറ്റ് കേരള രജിസ്ട്രേഷൻ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു 39 ആണ് ആസ്കിംഗ് റേറ്റ്. ഇത് ഏകദേശം 1.5 കോടിയോളം ഓൺ റോഡ് പ്രൈസ് വന്നേ. ഇപ്പോഴത്തെ വണ്ടിക്ക് ഒരു 1.25 കോടിയോളം വില വന്നിരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം കേട്ടോ. ഞാൻ കരുവാരകുണ്ടിൽ നിന്ന് കൊച്ചിക്ക് ഫുള്ള് യാത്ര ചെയ്തിട്ടുണ്ട്. അടിപൊളി യാത്ര ആയിരുന്നു. ഇവരൊക്കെ വെച്ച് ഓടിക്കുന്ന ആളുകൾക്ക് പെർഫെക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് പറഞ്ഞു കൊടുത്തോ? നമുക്ക് ഒരു 84 lakhs നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 84 lakhs ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് പല റേഞ്ചിലും പല പ്രൈസിലും വണ്ടി കിട്ടും. ഞാൻ എല്ലാ രീതിയിലും പറയലുണ്ട്. ഒരു ഡോറ് മാറിയാൽ, ഒരു കിലോമീറ്റർ മാറിയാൽ, അല്ലെങ്കിൽ ഓണർഷിപ്പ് മാറിയാൽ, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൽ പ്രൈസിനെ മാറ്റങ്ങൾ വരുത്തും അല്ലേ? പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഓരോ വണ്ടി നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പ്രൈസ് നോട് ആസ്ക് ചെയ്യുക. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. ഇനി നമുക്കൊന്ന് സെറാമിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മൊത്തം വണ്ടീൻ്റെ പോലെ തിളങ്ങും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ കാണിക്കാട്ടോ. അത്യാവശ്യം ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. പക്ഷെ ഇത് എടുക്കേണ്ട പോലെ യാത്ര ചെയ്യേണ്ട പോലെ പ്രിഫർ ചെയ്യുന്ന പൈസ മുടക്കിയോല് ഇത് യാത്ര ചെയ്യണം അല്ലേ? കാരണം ഡ്രൈവറൊക്കെ വെച്ച് പോകണം, അപ്പോഴേ ഇത് മുതലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എടുക്കണ്ട, നിങ്ങൾക്ക് വേറെ തരാം. പോർഷെ കൈൻ കൂപ്പ ഉണ്ട്, BMW അല്ലേ, 40i ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്, പോർഷെ മെക്കാൻ ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഇതും വേണ്ട, ഒരു സെഡാൻ ടൈപ്പിൽ യാത്രയൊക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എസ് ക്ലാസ് ഉണ്ട് അല്ലേ? ഇനി ഒരു എസ് ക്ലാസ് വരാനും ഉണ്ട് അല്ലേ? 1-2 എസ് ക്ലാസ്സുകൾ ഇനിയിപ്പോ ഓൺ പർച്ചേസിംഗ് ഉണ്ട്. ഇതൊന്നല്ല വേണ്ട, കുറച്ച് മലയും കുന്നൊക്കെ കയറാൻ പറ്റിയ ഓഫ് റോഡ് വെഹിക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതും സ്റ്റോക്ക് ഉണ്ട്. ലാൻഡ് ക്രൂസർ തന്നെ ഉണ്ട്, തല തൊട്ടപ്പൻ അല്ലേ? LC200 ബുക്കിംഗ് ആയോ?
അത് നിങ്ങൾ വിളിക്കില്ലേ, ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഉണ്ട്, രണ്ട് LC ഗോഡ്ഫാദർ ഓഫ് SUVs. ഇനി ഇതുമല്ല, ഇനി ഇവരായിട്ട് കട പിടിച്ച് നിൽക്കണ പിന്നെ റാംഗ്ലർ, ജീപ്പ്, റുബിക്കോന്റെ 2 വണ്ടിന്റെ വീഡിയോ ഇട്ടീനു. രണ്ടും മാഷാഅല്ലാഹ് ബുക്കിംഗ് ആയിട്ടുണ്ട്. ചില വണ്ടികൾ ബുക്കിംഗ് ആയി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 2 ആഴ്ച ഞങ്ങളെ തന്നെ അവൈലബിൾ ആയിക്കാറാം. കാരണം എന്താണോ, കസ്റ്റമർ ലോണിന് അപേക്ഷിക്കും അല്ലേ, കസ്റ്റമർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാല് ബുക്കിംഗ് ക്യാൻസൽ ആയ വണ്ടി നമ്മൾ അടുത്ത സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ ഒരു അനുഭവപ്പെടില്ലേ അല്ലേ, ഉണ്ട്. കാരണം GLB വീഡിയോ ഇട്ടപ്പോ തലങ്ങും വിലങ്ങും ആൾക്കാർ അല്ലേ. മതചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച ഡെലിവറി പറയുന്നില്ല, കാരണം ബുക്കിംഗ് ആയ വണ്ടിയായിരുന്നു. പക്ഷെ അവർക്ക് ലോണ് ക്യാൻസൽ ആയി. അപ്പോൾ ആരെങ്കിലും GLB അന്ന് ചോദിച്ചു, ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട്. കാരണം റയർ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമ്മളെടുത്ത് വീണ്ടും സ്റ്റോക്കിലുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, ആരെങ്കിലും GLBക്ക് ഒരു 4-5 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ വീണ്ടും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജീപ്പ് റുബിക്കോണും ജീപ്പ് റാംഗ്ലറും ബുക്കിംഗ് ആയിട്ടുണ്ട്. 2 വണ്ടിൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളൊക്കെ വിൽക്കാണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുന്നോളി. നമുക്ക് അത്രയും കസ്റ്റമർ ഉണ്ട്. ജീപ്പിന്റെ വീഡിയോ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട്? നല്ല എൻക്വയറീസ്. ഇനിയിപ്പോൾ ആർക്കും ജീപ്പിന് ആവശ്യമുണ്ടോ? റാംഗ്ലറും റുബിക്കോണും ഒക്കെ പെൻഡിങ്ങിൽ കസ്റ്റമർ ഉണ്ട്. ആദ്യത്തിൽ കൊടുക്കാണ്ടെങ്കിൽ അതേപോലെ 2013, 14, 15 ലാൻഡ് ക്രൂയിസർ LC 200 കൊടുക്കാണ്ടെങ്കിൽ നമ്മൾ ഇത്ര റെഡിയിൽ കസ്റ്റമർ ഉണ്ട്. GLS 400 ഉണ്ടെങ്കിൽ റെഡിയിൽ കസ്റ്റമർ ഉണ്ട്. ഓട്ടോബയോഗ്രഫി അതെ, ഭയങ്കരമായിട്ട് നമുക്ക് 2 പ്രാവശ്യം പറഞ്ഞതിനോട് റേഞ്ച് റോവർ സാറിനോടും പറയുന്നു, ഫസ്റ്റിനോടും പറയുന്നു, എല്ലാവരോടും പറയാം. ആ കസ്റ്റമർ ഇസ് റെഡി ബയർ. പക്ഷെ നല്ലൊരു ഓട്ടോബയോഗ്രഫി ആർക്കെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ അപ്പൊ തന്നെ പല പറഞ്ഞ് മേടിക്കും. റെഡിയിലുണ്ടെങ്കിൽ സാറോട് ചോദിക്കാതെ പറയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തൊരു മോഡൽ കേട്ടോ, വോൾവോ XC90. ഇതിന് പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതേ 2024 മോഡലില് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 33,000 കിലോമീറ്റർ ഓടിയ ഒരു വോൾവോ XC90. ഇത് നമ്മൾ വേണ്ടപ്പെട്ട ഒരാളെ വണ്ടിയാണ്. ഇത് നമ്മളെ കസ്റ്റമർ വിൽക്കാൻ ഏൽപ്പിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരാളെ വണ്ടി തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം. നമ്മളടുത്ത് വണ്ടി സ്റ്റോക്ക് ഉണ്ട്. XC90 ഒരു 7 സീറ്ററിൽ അല്ലേ. XC90 നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു ചോയ്സിൽ നല്ലൊരു വണ്ടി. ഫുള്ള് ഷോറൂം സർവീസാണ്. ഫുൾ ഗ്യാരണ്ടി. അടുത്തതായി ഒരു മുതൽ നമുക്ക് പരിചയപ്പെടുത്താം, പോർഷെ. ഇത് കണ്ടപ്പോഴേ അത്രയ്ക്ക് നല്ല, ഇതിന് ഒന്നും പറയാനില്ല. അതിന്റെ കളർ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ, ഒരു മിഡ് നൈറ്റ് ബ്ലൂ. തീർച്ചയായിട്ടും അതിന് സ്പെഷ്യൽ കളർ വേറെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും മിഡ് നൈറ്റ് ബ്ലൂ കളറാണ്. ഇവരെ ശരിക്കും എങ്ങനെ കാണണ്ട അറിയോ, ഒറ്റക്ക് നിർത്തണം, കൂട്ടത്തിലല്ല. പോർഷെ കൈൻ കൂപ്പയാണത്. ഒരു പ്രത്യേക സ്റ്റൈലാണ് വണ്ടി. ഇതൊക്കെ റോട്ടിൽ കാണണം അല്ലേ. നിലവിൽ ഇതൊക്കെ ഏകദേശം പുതിയ വണ്ടി, ബ്രാൻഡ് ന്യൂ വണ്ടി ഷോറൂം നിൽക്കുന്നതിന് ഏകദേശം 2 CR എബോ ഓൺറോഡ് പ്രൈസിംഗ് വരുന്നുണ്ട്. 2 കോടി രൂപന്റെ മുകളിൽ വില വരുന്ന വണ്ടിയാണ്. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി? ഇതിപ്പോ 18,000 കിലോമീറ്റർ, 2022 മോഡൽ. ഈ 18,000 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് നമ്മുടെ ഷോറൂമിൽ ആസ്കിംഗ് റേറ്റ് 139 ആണ്. നമുക്ക് കസ്റ്റമർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇത്ര വില വരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഇത്രത്തോളം പ്രൈസ് കുറഞ്ഞു. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതുപുത്ത വണ്ടി എങ്ങനെയാണോ നിൽക്കണേ അതേ കണ്ടീഷനിൽ ബ്രാൻഡ് ന്യൂ ടയർ 1,39,00,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഇതേ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് പോർഷേന്റെ മെക്കാൻ ആണെങ്കിലും നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് അല്ലേ. സെക്കൻഡ് ഓണർഷിപ്പില് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ തന്നെ വരുന്ന പോർഷെ മെക്കാന് പെട്രോൾ നമ്മൾ ആസ്കിംഗ് റേറ്റ് 42 ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക്. കാരണം ഇപ്പൊ ഇത് ഈ ഫ്രെയിമിൽ തന്നെ നിങ്ങൾ നോക്കാണ്, 1,39,00,000 വണ്ടി, ഈ 42 ചോദിക്കണ വണ്ടി കാണാനൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരേപോലെ. അതാണ് പോർഷേന്റെ ഒരു പ്രത്യേകത. പോർഷേന്റെ പ്രത്യേകത പഴയ മോഡൽ വണ്ടിയാണെങ്കിലും പുതിയ മോഡലാണെങ്കിലും ഇതിന്റെ ഡിഫറൻസ് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല അല്ലേ. അതെ, തീർച്ചയായിട്ടും ഓടിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതും ഒരു നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഷോറൂം സർവീസിൽ തന്നെ പോകുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. പിന്നെ BMW 340 അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്, മിനി കൂപ്പറിന്റെ പറഞ്ഞതാണ്. ഇനി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളും പാടങ്ങളൊന്നും കാണിക്കാം അല്ലേ. ഇപ്പൊ നിങ്ങൾ കോടികളെ വണ്ടി പറയുമ്പോ ഇനി അടുത്ത കമന്റ് വരും, നിങ്ങൾ അമ്മ മറന്നു പോയിച്ചാണ്ട്. ഒരിക്കലും ഇല്ല. ഇനി കുറച്ച് കാണിക്കും. ഞങ്ങൾ ആ ഉള്ളിലുള്ള വാഹനങ്ങളാണ് പറയുന്നത്. ആ വണ്ടികളൊക്കെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയിൽ കാണിക്കാം അല്ലേ.
അത് 212 സീരീസിൽ വരുന്ന 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്കുണ്ട്. ഏകദേശം ഒരു വാഹനം 16 ലക്ഷം രൂപ, ഒരു വാഹനം 23 lakhs വരുന്ന വാഹനങ്ങളുണ്ട്. പിന്നെ ഓഡി A6 മാട്രിക്സ് ഏകദേശം ഒരു 27-32 ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളുണ്ട്. പിന്നെ റേഞ്ച് റോവർ ഇവോക്കിൽ 32-39 ആ റേഞ്ചിൽ വരുന്ന വാഹനങ്ങളുണ്ട്. BMW 3 സീരീസിൽ LCA ലക്ഷറിയിൽ വരുന്ന വാഹനങ്ങൾ 1-2 വാഹനങ്ങൾ 27-29 റേഞ്ചിൽ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 25ഓളം വണ്ടികൾ ഇപ്പൊ നമ്മളിത്തെ ആ ഒരു ബഡ്ജറ്റ് നിലവിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാം. ഇവോക്കുകളുണ്ട്, BMW X3 വാഹനം തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനം സ്റ്റോക്ക് X3 സ്റ്റോക്ക് ഉണ്ട്. 1 ലക്ഷം കിലോമീറ്റർ സർവീസ് പാക്കേജിലെ വണ്ടിയാണത്. പിന്നെ കരുവാരകുണ്ട് നമുക്ക് ഒട്ടനവധി വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-65-70 വണ്ടിയോളം കരുവാരകുണ്ട് ഷോറൂം ഇപ്പോൾ ഫുള്ളായി കിടക്കാണ്. ഇന്നലെ ഇപ്പോൾ ജെക്കിമോ ഫോർച്യൂണറിന്റെ വീഡിയോ ചെയ്തപ്പോഴേ 15 ഫോർച്യൂണർ ഉണ്ട് കരുവാരകുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണിക്കാം. ഏകദേശം പുതിയ മോഡൽ ഫോർച്യൂണറിന് 6-7 വണ്ടി ഉണ്ട്, പഴയ മോഡലുണ്ട്, ക്രിസ്റ്റകളുണ്ട്, അതേപോലെ പ്രീമിയം കാറ്റഗറി വണ്ടികളും കരുവാരകുണ്ടുണ്ട്. ഓഡി Q5 ഉണ്ട്, റേഞ്ച് റോവർ ഇവോക്ക് ഉണ്ട്, അതേപോലെ Q3 BMW X1 ഒക്കെ കരുവാരകുണ്ട് സ്റ്റോക്ക് ഉണ്ട്. അവിടുത്തെ ഷോട്ടുകളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടി പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഇനി വലിയ വണ്ടികൾ മാത്രം കാണിച്ചു എന്ന് പറയരുത്. അടുത്ത എപ്പിസോഡ് ഞാൻ കരുവാരകുണ്ട് എത്തിയേക്കാം, അവിടുത്തെ വണ്ടികളും കാണിക്കാം. കഴിഞ്ഞ വീഡിയോ കരുവാരകുണ്ട് നിന്ന് കാണിച്ചിരുന്നു. 10 ലക്ഷം രൂപ മുതലുള്ള എല്ലാ വണ്ടികളും കാണിച്ചിരുന്നു. പുതിയ വീഡിയോയുമായിട്ടൊക്കെ വരും. ഓണത്തിന് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കണ്ടേ അല്ലേ? സമ്മാന പദ്ധതികൾ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നിന്നോളി. ഞാനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും നമ്മളെ ഫോളോവേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇവിടെ ലോക്കാണ് അല്ലേ? ഷോറൂം ഇതൊക്കെ ഒക്കെ ബിസിയായി പോയി. ഇനി 14 ജില്ലയിലും ഒന്ന് യാത്ര ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും അല്ലേ? എന്തെങ്കിലും ഒരു ചലഞ്ച് എല്ലാ ജില്ലയിലും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തി അവിടെ കുറെ ആൾക്കാർക്ക് സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ ഫോളോവേഴ്സിനെ നേരിട്ട് കാണും. തീർച്ചയായിട്ടും നല്ലൊരു ഉദ്ദേശം അതിന്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായിട്ടുള്ളൊരു പദ്ധതിയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും തിരിച്ച് നൽകണം. നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നുമ്പാടെ നമുക്ക് അറിഞ്ഞാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളൊന്ന് അഭിപ്രായപ്പെടുക. എന്താ നിങ്ങളെ അഭിപ്രായം അല്ലേ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് എത്താൻ പറ്റൂല, ജില്ലയും കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമ്മാനങ്ങളും കുറച്ച് ചലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യും അല്ലേ? കുറച്ച് ചെറിയ പണിയല്ല, അത്യാവശ്യം നല്ല പണിയുണ്ട്. ഒരു നല്ല എഫേർട്ട് ഇടേണ്ടി വരും. കുഴപ്പമില്ല, നമ്മൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മളും തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.